ഹായ് ബഡീസ്, ഞാനിന്ന് അത്തച്ചമയം കാണാൻ പോയിട്ട് വന്നതാണ്. അത്തച്ചമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ ഏത് സ്ഥലത്താണെന്ന്? തൃപ്പൂണിത്തറയിൽ ചെല്ലുമ്പോൾ നമ്മളൊരു രാജവീതിയിലെത്തും. അതാണ് പൂർണ്ണത്രയേശൻ എന്ന് പറയുന്ന ഗോഡിൻ്റെ വഴി. ആ ഒരു ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ്. അതൊരു രാജവീതിയാണ്. തൃപ്പൂണിത്തറ വന്നിട്ടുള്ളവർക്കറിയാം, ഇത് റോയൽ പ്ലേസ് ഇൻ കേരള. പത്മനാഭപുരം ആ ഒരു വീതി അറിയായിരിക്കും. വീഡിയോസ് പോയിട്ടില്ലാത്തവർ ആ ഒരു വീതി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു രാജകീയ, അതായത് കൊച്ചി രാജാവൊക്കെ വാണിരുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത്, അദ്ദേഹം ഡെയിലി പോയി കണ്ടിരുന്ന പൂർണ്ണത്രയേശൻ കണ്ണടച്ചാണ് ഇരിക്കുന്നത്. വെളുപ്പിനെ 4 മണിക്കാണ് നിർമ്മാല്യം. വെളുപ്പിനെ 4 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് ചെല്ലാമെന്നുണ്ടെങ്കിൽ ആഭരണങ്ങളൊന്നും ഇല്ലാതെയുള്ള പൂർണ്ണത്രയേശനെ നമുക്ക് കാണാം. കണ്ണടച്ചായിരിക്കും ഇരിക്കുന്നത്. കണ്ണടച്ച് ഉള്ള അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു രൂപം, അതാണ് നമ്മൾ നട തുറന്ന് ഫസ്റ്റ് കാണുന്നത്. അത് നമ്മുടെ രാജപാരമ്പര്യവുമായി റിലേറ്റ് ചെയ്തതാണ്. ആ ഒരു വിഗ്രഹം രാജാവ് പൂർണ്ണ രൂപത്തിൽ, അതുകൊണ്ടാണ് പൂർണ്ണത്രയേശൻ. സന്താന ഗോപാലമാണ് ഭാവം. ശ്രീകൃഷ്ണൻ്റെ സന്താന ഗോപാല ഭാവത്തിലാണ് ഇരിക്കുന്നത്. സന്താന അഭിവൃദ്ധിയാണ്, മക്കൾ ജനിക്കാനും മക്കളുടെ അഭിവൃദ്ധിക്കും വേണ്ടി പേരൻസ് എന്നുള്ള രീതിയിൽ രാജാവ് തൻ്റെ പുത്രപരമ്പരയ്ക്കും വേണ്ടിയിട്ട് അങ്ങനെ ആരാധിച്ചു പോകുന്ന ഒരു പൂർണ്ണത്രയേശൻ. കിഴക്കോട്ട് നോക്കിയും അവിടെ തെക്കോട്ട് നോക്കി ഗണപതിയും മാത്രമാണ് അതിനുള്ളിലുള്ളത്. ഒരു ഭയങ്കരമായ രാജപ്രൗഢി. അതായത് പണ്ട് കൊച്ചി രാജാവ് ജീവിച്ചിരുന്നത്, അദ്ദേഹം പോയി തൊഴുതുകൊണ്ടിരുന്നത്, അദ്ദേഹം ആരാധിച്ചു കൊണ്ടിരുന്ന ദേവനാണ് പൂർണ്ണത്രയേശൻ. അതുമായി റിലേറ്റ് ചെയ്താണ് അത്തച്ചമയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജാവിന് പ്രജകളെ നേരിട്ട് മീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കർക്കിടകത്തിന് ശേഷം അത്തമെത്തി എന്ന് കൊച്ചി രാജ്യം അറിഞ്ഞിരുന്നത് ഈ അത്തച്ചമയത്തോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജവീതിയിലൂടെ രാജാവ് ഇങ്ങനെ യാത്ര ചെയ്യും പല്ലക്കിൽ, മറ്റേ രഥത്തിൽ, പല്ലക്കല്ല, രഥത്തിൽ. അപ്പോൾ അത് ആ ഒരു രാജപരമ്പര കാലം തൊട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോന്നു. ഇപ്പോഴും അത്തമെത്തി, അതായത് വിളവെടുപ്പിൻ്റെ കാലമാണല്ലോ നമ്മൾ ഓണം എന്ന് പറയുന്നത്. ഓണമെത്തി, വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ദ ഓണം എന്ന് കൊച്ചിക്കാരറിയുന്നത് അത്തച്ചമയത്തോടാണ്. അവർ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ഒരു ദിവസത്തോടാണ്. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ പോയി നിന്ന്, ഞാൻ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ചെറിയ പൊടിയുടെയും അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാക്സിമം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, ഞാൻ തൃച്ചേന്ദമംഗലത്തെ ഉത്സവത്തിന് ഞാൻ കുട്ടിക്കാലത്ത് പോകുമായിരുന്നു. പക്ഷേ ഒരു നല്ലപോലെ അലർജിക് ഡിസീസ് ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള തിരക്കുള്ള സ്ഥലങ്ങൾ ഞാൻ ഒഴിവാക്കാറുണ്ട്. പക്ഷേ എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ പ്ലാൻഡ് ആയിരുന്നു. ഇന്നലെ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ച് അങ്ങനെ ഞങ്ങൾ ഗ്യാങ്ങായിട്ട് തന്നെ പോയി. അപ്പോൾ എന്താ പറയാൻ വന്നത്, അപ്പോൾ അതേ ആ രാജാവ് വരുന്ന അതേ ഒരു പ്രൗഢി, അല്ലെ അതേ ഒരു ചരിത്ര പാരമ്പര്യം ഇപ്പോഴും ആ രഥത്തിൽ വരുന്നുണ്ട്. രഥം ഒഴിഞ്ഞിട്ടാണ് എന്നാൽ പോലും, കാരണം രാജകീയ ഭരണമൊക്കെ കഴിഞ്ഞുവല്ലോ അല്ലേ. ഇപ്പോൾ ജനങ്ങളുടെ ഭരണം, നമ്മൾ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് ആരും ഭരിക്കണമെന്ന്. രാജാവിൻ്റെ ഭരണമല്ല, രാജാവിൻ്റെ പുത്രനല്ല ഭരിക്കുന്നത്. അപ്പോൾ ബട്ട് ചരിത്രം അല്ലെങ്കിൽ ആ ആചാരം കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് വളരെ പൂർണ്ണത്രയേശൻ, തൃപ്പൂണിത്തറയുടെ മധ്യഭാഗത്ത് പൂർണ്ണത്രയേശൻ ഇരിക്കുന്നു എന്ന് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ടു ഹാവ് ദാറ്റ്. എറണാകുളത്തപ്പൻ, പൂർണ്ണത്രയേശൻ, ഇവരെയൊക്കെ രാവിലെ എഴുന്നേറ്റ് തൊഴാൻ പാകത്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത്. ഐ ഹാപ്പി അബൌട്ട് ദാറ്റ് ആക്ച്വലി. ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് പൂക്കളം, ഓണം, പുലികളി, പിന്നെ എന്താ പറയുന്ന സദ്യ, ഇവയെല്ലാം ഈ ഒരു ഏതാനും 11 o'clock ആയിരുന്നു ശരിക്കും ഇറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ പൂർണ്ണത്രയേശനെ പോയി കണ്ട ശേഷമാണ്. പൂർണ്ണത്രയേശനെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോയി തൊഴാറുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഇപ്പോൾ ഒരു 11 മണിയായപ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഐ വിൽ മെമ്മറൈസ് ലൈക്ക് ദാറ്റ്. ആ രാജാവില്ലെങ്കിലും പല്ലക്കും സേവകരും രഥവും ഒക്കെ എന്നോട് പറഞ്ഞത്, എനിക്ക് ടൈം സ്ലിപ്പിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു രാജാവ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു പത്നി രാജ്ഞി ഉണ്ടായിരുന്നെങ്കിൽ
രാജഭരണം ഉപേക്ഷിച്ച ഒരു അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെയൊക്കെ ആയിരിക്കാം, ഹൗ ദേ വിൽ ട്രാവൽ ത്രൂ ദാറ്റ് റോഡ്സ്, അല്ലെങ്കിൽ ആ റോഡിലുള്ളവരെ അവരെങ്ങനെ അഭിവാദ്യം ചെയ്തിരിക്കാം എന്ന് എനിക്ക് ടൈം സ്ലിപ്പ് പോലെ ബാക്കിലോട്ട് നടന്ന് ഫീൽ ചെയ്യാൻ പറ്റിയിരുന്നു. ഐ ഫെൽറ്റ് ഇറ്റ് ഗുഡ് ആക്ച്വലി. രാജഭരണം മാറി, നീ എന്തിനാ രാജാവിനെ തൊഴുന്നേ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ആ ദെയർ. ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഐ ഡിസ്കസ് ഇറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. അന്നേരം അവരൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പോഴും കുറേ രാജഭരണം, രാജാക്കന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തല കയറ്റാൻ, ശരിക്കും ഇവർ കരം പിരിച്ചല്ലേ ഈ സ്വത്തുവകകൾ ഉണ്ടാക്കിയെന്ന്. പക്ഷേ അവർ ജനാധിപത്യം വന്നപ്പോൾ അത് പൊതുജനങ്ങൾക്കായി വിട്ട് നൽകിയില്ല അല്ലേ. അവരുടെ പാരമ്പര്യ സ്വത്തുക്കൾ, അല്ലെങ്കിൽ അവർ പൂർണ്ണത്രയീശൻ്റെ അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ അമ്പലമാണ്. അവർ വെച്ചാരാധിച്ചിരുന്ന ഒരു ദൈവത്തിനെ, അവരുടെ മൂർത്തിയെ അവർ പബ്ലിക്കിന് തുറന്നു തന്നിരിക്കുകയാണ്. അപ്പം ഐ ഫീൽ ഇറ്റ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് ആക്ച്വലി. ദേ ആക്സെപ്റ്റ് ദ കോമൺ പീപ്പിൾ ടു. അപ്പോൾ അത് നമ്മൾ പിടിച്ചു വാങ്ങിച്ചതാണോ എന്ന് ചോദിച്ചാൽ അതെ, അവർ വിട്ടു തരാനും റെഡി ആയിരുന്നുവല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോഴും രാജഭക്തിയിലാണ്, അല്ലേ, ഇപ്പോഴും അവരുടെ അടിമകളാണ് കോമൺ പീപ്പിൾ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ബട്ട് ഐ ഫെൽറ്റ് ദ ചരിത്രം, ആ ചരിത്രം ഇങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്ന് കരുതി അവരാരും നമ്മളിപ്പോൾ ഭരിക്കാനൊന്നും വരുന്നില്ല. പക്ഷേ ഇങ്ങനെ ആയിരുന്നു രാജാവ് കോമൺ മെന്നിനോട്, കോമൺ പീപ്പിളിനോട്. അവർക്ക് കർക്കിടക മാസത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ, ഓണം ഈസ് കമ്മിങ്, ആർക്കെങ്കിലും ഓണം കഴിക്കാതെ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ഇൻട്രാക്റ്റ് ചെയ്തിരുന്നത് ത്രൂ ഇങ്ങനെ രഥത്തിൽ ട്രാവൽ ചെയ്തിട്ടായിരുന്നു എന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ എനിക്ക് അവിടെ നിന്ന് അന്നേരം എനിക്ക് ലൈവ് പോകാൻ പറ്റുന്നില്ലായിരുന്നു. ശരിക്കും എനിക്ക് ചൂടും പൊടിയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്ന ശേഷം വീഡിയോ ചെയ്തത്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് അറിഞ്ഞത്, രാജാവ് ഡയറക്റ്റ് പ്രജകളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുമായിരുന്നു. അവർക്ക് ആർക്കെങ്കിലും ഓണം ഉണ്ണാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് അന്വേഷിച്ചറിയുമായിരുന്നു ഡയറക്റ്റ് എന്ന്. എനിക്കതൊരു നല്ല കാര്യമായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഓണത്തിൻ്റെ ഐതിഹ്യവും മഹാബലിയും വാമനനെയും ഒന്നും ഞാനിവിടെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മഹാബലി ഈ അത്തത്തിന് എത്തിയിട്ടുണ്ട് എന്നാണ് ആ ഒരു റാലിയിലൂടെ, അല്ലെ ഒരു ഘോഷയാത്രയിലൂടെ പറയുന്നത്. കാരണം ഞാൻ പല മഹാബലിമാരെയും കണ്ടു. അപ്പോൾ അത് ലൈവ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഐ ആം റിയലി സോറി അബൌട്ട് ദാറ്റ്. പക്ഷേ മഹാബലി ഓൾറെഡി നിങ്ങളുടെ പ്രജകളെയൊക്കെ കാണാൻ പുള്ളിക എത്തിയിട്ടുണ്ട്. ആ കഥ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് ടാബ്ലോസ് ഐ തിങ്ക് അല്ലേ, കുറേ പിക്ചറൈസേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ അതേപോലെ വേഷം കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വ്യൂ ചെയ്തപ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് ഈസ് ഗുഡ്. നമ്മളോടൊരു സ്റ്റോറി, ഓണം റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഘോഷയാത്രയിൽ അത്യാവശ്യം വെയിറ്റ് ചെയ്യുന്നവർക്ക് ഫുഡും വെള്ളമൊക്കെ സപ്ലൈ ചെയ്യാനൊന്നും അവിടെ ഉണ്ടായിരുന്ന ആരും മറന്നിട്ടില്ല. റെസ്റ്റോറൻറ്റ്സുകാരാണെങ്കിലും എല്ലാവരും മീഡിയാസിന് മാത്രമേ എൻട്രി ഉണ്ടായിരുന്നില്ലെങ്കിലും അവരെ ആണെങ്കിലും പ്രോപ്പർലി ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. എനിക്ക് ഓവറോൾ തൃപ്പൂണിത്തറക്കാരോട് ആരും മോശക്കാരാണെന്നല്ല, പക്ഷെ തൃപ്പൂണിത്തറക്കാർ നല്ല മനുഷ്യരാണ്. ഐ ഫെൽറ്റ് ഇറ്റ് ഈസ് വെരി ഗുഡ് മൂവ്. അതായത് അത്യാവശ്യം വെള്ളം, റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും, നോട്ട് ഫോർ ദ മീഡിയ ബട്ട് ഫോർ എവരി വൺ, എസ്പെഷ്യലി ഫോർ ദ മീഡിയാസ് കവർ ചെയ്യുന്ന മീഡിയാസിന് എസ്പെഷ്യലി. അപ്പോൾ നന്നായിട്ട് തന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ രാവിലെ തൊട്ട് തൃപ്പൂണിത്തറ അടുക്കാൻ പറ്റാത്തൊരു ഈ സിറ്റുവേഷൻ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പേര്, ഞാനൊരു ടിഷ്യൂ പോലും കരുതാതെയാണ് പോയത്. പക്ഷേ എനിക്കെന്നാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തൃപ്പൂണിത്തറക്കാരൻ നല്ല ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ഒരു രാജപരമ്പരയിൽ പെട്ട ബ്ലഡാണല്ലോ. പൂർണ്ണത്രയീശൻ എന്നെ പോയി തൊഴുതു. ഫോട്ടോസൊന്നും എടുക്കാൻ ഇന്നൊരു ദിവസം രാവിലെ പോലീസ് പ്രൊട്ടക്ഷനിലാണ്, അല്ലെങ്കിൽ പോലീസ് കൺട്രോളിലാണ്. നമുക്ക് അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ബട്ട് തൊഴുതു. എന്നിട്ടും പൂർണ്ണത്രയീശനെ കണ്ട് ഞാൻ തൊഴുതു. ഒരു സിംഗിൾ വേർഡിൽ പറയുവാണെങ്കിൽ എ മൂവിങ് കൾച്ചറൽ എക്സിബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കൾച്ചറിൽ എത്തിപ്പെട്ടതെന്ന്
അതൊരോ മൂമെൻറ്റോടെ അവർ പ്ലേസ് ചെയ്യുകയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്. ആ ഒരു ടാബ്ലോസും കാര്യങ്ങളും എല്ലാം രഥം പോകുന്നതും ഒക്കെ ആ ഒരു കൾച്ചറിൽ എങ്ങനെയായിരുന്നു എന്ന് നമ്മളെ എക്സിബിറ്റ് ചെയ്യണം. എക്സാക്ട്ലി ഇങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും തമ്മിലൊരു ഡിബേറ്റായി. എക്സാക്ട്ലി എടി രാജാവ് ഇങ്ങനെ തന്നെയായിരുന്നോ പോയിരുന്നതെന്ന് അവൾ ചോദിച്ചു. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളാരും കണ്ടിട്ടില്ല രാജാവ് ഇങ്ങനെ തന്നെയാണോ പോയത്, ഇങ്ങനെയൊക്കെ തന്നെയാണോ സംഭവം നടന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങൾക്കും ഒന്നും പറയാനില്ല, നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ രാജാവൊക്കെ ഇങ്ങനെയായിരുന്നു ജീവിച്ച്, ഇങ്ങനെയാണ് ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്ത്, അവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു, അവർ കോമൺ മെൻസിനോട് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനേക്കാൾ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇൻട്രാക്ട് ചെയ്തില്ലല്ലോ, നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ഡെമോക്രസി അല്ലേ ഇവിടെ, അപ്പോൾ നമുക്കറിയില്ല. പിന്നെ കഥകളി, തെയ്യം, പുലികളി എന്നൊക്കെ പറയുന്നത് പണ്ട് നമ്മൾ റീൽസ് കാണുന്ന പോലെ, നിങ്ങളെൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുന്ന പോലെ വലിയ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെയായിരുന്നു നമ്മുടെ രാജാവിന് നമ്മുടെ നാട്ടുകാർക്കുമൊക്കെ എൻ്റർടൈൻമെൻറ്റായിട്ട് പോയത്. ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെ ആയിരുന്നു എന്ന് കാണിക്കുന്ന കുറച്ച് അവയൊക്കെ നിലനിന്നിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി തന്നെ കുറച്ച് ടാബ്ലോസ് ആർ ദെയർ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അതും ഞാൻ പോയതിൽ നിന്നും ഞാൻ അന്വേഷിച്ചതിൽ നിന്നും ഞാൻ ഇത്രയും നേരം അവിടെ നിന്ന് സംസാരിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നും മനസ്സിലായത് പൂർണ്ണത്രയേശനായിട്ടും രാജകുടുംബം, കൊച്ചി രാജകുടുംബവുമായിട്ടും ഇതിന് ഒരു ബന്ധമുണ്ട്. കേരളീയ കലകളെയും തിരുവാതിര, പുലികളി അല്ലെങ്കിൽ അങ്ങനെയുള്ള കലകളെയും നമ്മുടെ നാട്ടുരാജാക്കന്മാർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവരും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അവരുടെ വെച്ചാരാധിച്ചു പോകുന്ന ദൈവമായിരുന്നു ശരിക്കും പൂർണ്ണത്രയേശൻ. പിന്നെ പണ്ട് രാജാവ് ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ ചെയ്യണമോ എന്ന് ചോദിക്കുന്ന ഒരു പോയിന്റിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് എല്ലാ വർഷവും നിലനിന്ന് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഒരു വന്ന് താമസിക്കുന്ന വരുത്ത എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിൽ വന്ന് താമസിക്കുന്ന ഞാൻ പോലും ഇതിൽ എൻഗേജ്ഡ് ആവുന്നത്, ഇത് പാർട്ടായതെന്ന് വെച്ചാൽ അവരെല്ലാ വർഷവും ഇത് നല്ല അനൗൺസ്മെൻറ്റ് കൊടുത്ത് നല്ല പ്രൊമോഷൻ കൊടുത്ത് തൃപ്പൂണിത്തുറക്കാർ ഇത് ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ രാജകുടുംബം ഇപ്പോഴും ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ഇപ്പോൾ ഇത് നിലനിന്ന് പോകേണ്ട കാര്യമുണ്ടോ, പണ്ടിങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ചോദിക്കുന്നവരോട്, പണ്ടിങ്ങനെയായിരുന്നു എൻ്റെ കൾച്ചർ, ഞാൻ വന്നത് ഈ സംസ്കാരത്തിലാണ്, ഇതാണ് ചരിത്രം എന്ന് ഈ വന്ന് താമസിക്കുന്ന എനിക്ക് പോലും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ദെയർ ഈസ് എ ഗ്രേറ്റ് എഫേർട്ട്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഗ്ലോബൽ എൻവയോൺമെൻറ്റിലാണ്. സോഷ്യൽ മീഡിയ, ഗ്ലോബൽ കൾച്ചർ, ഏത് നാടിൻ്റെയും കൾച്ചർ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ മൈഗ്രേറ്റ് ചെയ്തേക്കുന്ന UK, കാനഡയൊക്കെ നമ്മളുടെ കൾച്ചർ, ഇപ്പോൾ അവിടെയും ക്ഷേത്രങ്ങളുണ്ട് ഒക്കെ ആയിട്ട് നമ്മൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ചരിത്ര പാരമ്പര്യവും മിസ്സ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ കൊച്ചി രാജാവ് എങ്ങനെയായിരുന്നു തൻ്റെ പ്രജകളോട് കോമൺ പീപ്പിളിനോട് എങ്ങനെയായിരുന്നു സംവദിച്ചിരുന്നത് എന്നാണ്, ചരിത്രമാണ് ഈ ഒരു മൊമെൻറ്റിൽ കൂടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനപ്രമീസ് വന്നിട്ട് നമ്മളുടെ നോർമൽ വേയിലൂടെ ആനയെ നടത്തുന്നത് ശരിയാവത്തില്ല. ആന ഈസ് നോട്ട് അല്ലേ, അങ്ങനെ ആന സംരക്ഷണ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് ഒക്കെ ഇതിൽ ഇപ്പോൾ ആനയെ എഴുന്നള്ളിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആന ഇതൊരു ഹിന്ദൂസിൻ്റെ ആഘോഷമല്ല, ഇത് മലയാളീസിൻ്റെ ആഘോഷമാണ്, നമ്മുടെ കാർഷിക വിളവെടുപ്പാണ്. പക്ഷേ ആനയെ നടത്തരുതെന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ ആഘോഷങ്ങളുമായിട്ടും ആനയ്ക്കൊരു ബന്ധമുണ്ട്. നമ്മൾ ആനയെന്നല്ല പറയുന്നത്, ഗജവീരന്മാർ എന്നാണ്. ആ ഒരു അറബീസിന് പുലികളോടുള്ള താല്പര്യം പോലെ മലയാളീസിന് ആനയില്ലാതെ എന്താ ആഘോഷം. ആന ഈസ് ഇമ്പോർട്ടൻറ്റ്. ആനയും ഒരു പരിധിവരെ ഇല്ലേ. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടിരുന്നു, ടെമ്പോ ട്രാവലറിൽ ഡാൻസ് ചെയ്യുന്ന ഒരു ആന ഡാൻസ് ചെയ്തതാണോ എന്ന് എക്സാക്ട്ലി എനിക്കറിയത്തില്ല. പക്ഷേ ആനയോട് വലിയ പരിചയമില്ലാത്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനതിലേക്ക് നോക്കുമ്പോൾ ആന ഡാൻസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പറയുന്നില്ല, മേ ബി ആന എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പ് എന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. പക്ഷേ നമ്മളുടെ എല്ലാ ആഘോഷങ്ങളുമായിട്ടും ആനയ്ക്കൊരു വലിയ ബന്ധമുണ്ട്.
അതിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ടോപ്പിക്കിനിടയിൽ ആനയും വന്നു പോയി, ആര്യ നീ ഒരു മൃഗസ്നേഹിയല്ലേ, എന്താ നീ ഇതിനോട് റിയാക്ട് ചെയ്യുന്നതെന്ന് എന്നെ പ്രൊവോക്ക് ചെയ്യുകയാണ്. എന്നാൽ പോലും ഞാൻ ചാടിക്കയറി ഒന്ന് റിയാക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എല്ലാ ആഘോഷങ്ങളിലും തൃശ്ശൂർ പൂരം ഇപ്പോൾ ഇത് പ്രശ്നമുണ്ടാക്കി. അങ്ങനെ എല്ലാ നമ്മളുടെ ആഘോഷങ്ങളിലും ആന ഒരു പാർട്ടാണ്. ഇപ്പോൾ ഞങ്ങളുടെ അടൂരാണെങ്കിൽ തൃച്ചേന്തമംഗലത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കെട്ടുകാഴ്ച എന്ന് പറയും. കെട്ടുകാള, കാളയാണ് എഴുന്നള്ളിക്കുന്നത്. അത് ശിവൻ്റെ വാഹനം, ശിവനും നന്ദി പോലെ എല്ലാ കരക്കാരും കാളയാണ് എഴുന്നള്ളിക്കുന്നത്. അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാള. ആ ഒരു പ്രദേശത്തെ എല്ലാ അമ്പലത്തിലെ ഉത്സവങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു ജീവി എല്ലായ്പ്പോഴും നമ്മുടെ എല്ലാ ഭഗവാന്മാർക്കും വാഹനമായിട്ടുണ്ട്. അതിനെ ഭഗവാനെ നമ്മൾ ആരാധിക്കുന്ന പോലെ തന്നെ ആ വാഹനത്തെയും ആരാധിച്ചു പോന്നു. ഗണപതിക്ക് നമ്മൾ എലിയെ നമ്മൾ ആരാധിച്ചു പോന്നു. ദേവിക്ക് സിംഹത്തെയും നമ്മൾ ആരാധിച്ചു പോന്നു, ദേവിയുടെ വാഹനം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആനപ്രേമികൾ പ്ലീസ് ഡോൺ ഫ്രസ്ട്രേറ്റഡ് ആവണ്ട. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗമാണ് ആനകളും എന്ന് എനിക്ക് തോന്നിയേ. കാരണം ആനകളില്ലാതെ എന്താഘോഷം അല്ല, എന്ത് ഉത്സവം. അതില്ല. ഓവറോൾ അത്തച്ചമയം ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. തൃപ്പൂണിത്തറക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും ഇത് എക്സ്പീരിയൻസ് മുമ്പ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ കൈൻഡ്ലി റിയാക്ട് ടു മൈ വീഡിയോ.